അങ്ങനെ രാജാവ് പോവും. കുറെ കഴിഞ്ഞ് മഹർഷി വരുമ്പോൾ ചോദിക്കും, ഇവിടെ ഏതെങ്കിലും രാജാവ് വന്നിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഇത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ മഹർഷിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്തുകൊണ്ടെന്നാൽ ഓം മുരുക എന്ന മന്ത്രം അത്രയും പവിത്രമാണ്. അത് നീ 6 തവണ പറയാൻ എന്തിന് പറഞ്ഞു? ഒരു തവണ ഉച്ചരിച്ചാലേ മതിയാവും ഈ രാജാവിൻ്റെ ഈ പാവം തീരാൻ. അപ്പോൾ 6 തവണ നീ എന്തിന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കുട്ടിയോട് ദേഷ്യപ്പെടും. അത് അത്രയും പവിത്രമാണ് ആ ഓം മുരുക എന്ന മന്ത്രം. അതായത് ഷഷ്ഠി എരുത്താവൂർ ക്ഷേത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഷഷ്ഠി എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഭഗവാൻ വളരെ പ്രകടമായി നിൽക്കുന്നു എന്ന് പറയാം. അത്രയും വളരെ ഒരുപാട് ഭക്തർക്കൊക്കെ അനുഭവം ഉള്ളതാണ്. കാരണം ഭഗവാൻ വെളിപ്പുറത്തുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എല്ലാ ഭക്തൻ്റെയും ഒരു അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് എരുത്താവൂർ ക്ഷേത്രത്തിൽ ഷഷ്ഠി എന്ന് പറയുമ്പോൾ അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. പിന്നെ ഷഷ്ഠി ദിവസങ്ങളിൽ സാധാരണ രാവിലെ ഗണപതി ഹോമം, അത് കഴിഞ്ഞിട്ട് 11:30 വിശേഷാൽ അഭിഷേകങ്ങൾ, എല്ലാ അഭിഷേകവും ഉണ്ടാവും. പ്രധാനപ്പെട്ട ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകം എന്ന് പറയുന്നത് പഞ്ചാമൃതമാണ്. അത്തരത്തിൽ പഞ്ചാമൃതവും നിറയെ ഉണ്ടാവും.